ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അതായത് മലിനീകരണം ഏതെല്ലാം തരത്തിലുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള മലിനീകരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് എന്ത് ചെയ്യാം, വ്യത്യസ്ത തരത്തിലുള്ള മലിനീകരണങ്ങൾ ഏതാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നും അതിൻ്റെ പരിഹാരങ്ങൾ എന്താണെന്നും ഒക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ മലിനീകരണമാണ് സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ. അല്ലേ, മണ്ണ് അല്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യുക, മലിനീകരണം ചെയ്യുന്നത്, അല്ലെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ ഭൂമി മലിനീകരണമാണ് ഒന്നാമത്തേത്. സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ refers to the contamination of soil or land due to the human activities leading to degradation of its quality and productivity. സോയിൽ ആൻഡ് ലാൻഡ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? മണ്ണ് മലിനീകരണം എന്നാൽ എന്താണ്? കണ്ടാമിനേഷൻ ഓഫ് സോയിലാണ്, അല്ലേ, മണ്ണിനെ മലിനപ്പെടുത്തലാണ്. ഓർ ലാൻഡ്, മണ്ണിനെയോ ഭൂമിയെയോ മലിനപ്പെടുത്തലാണെന്ത്? സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. പ്രധാനമായിട്ടും ഏത് രീതിയിലാണ് മണ്ണ് മലിനപ്പെടുന്നത്? ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ്. ലീഡിങ് ടു ഡീഗ്രഡേഷൻ ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ടിവിറ്റി, മണ്ണിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ, അതുപോലെ പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത, ഇതിനെ രണ്ടിനെയും കുറയ്ക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണമേന്മയും ഉൽപ്പാദനക്ഷമതയിലും ശോഷണം വരുത്തുന്ന, കുറവ് വരുത്തുന്നതിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട മലിനീകരണമാണ് ഇത് സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. This type of pollution can have severe impact on the environment, human health and the economy. ഇത്തരത്തിലുള്ള മലിനീകരണങ്ങൾ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള മാരകമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും ഓൺ ദി എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയിൽ, അതുപോലെ തന്നെ ഹ്യൂമൻ ഹെൽത്ത്, മനുഷ്യൻ്റെ ആരോഗ്യത്തിൽ എന്ത് ചെയ്യുന്നു, വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ്, വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ എക്കണോമി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലും. പറഞ്ഞു വരുന്നത്, സമ്പദ് വ്യവസ്ഥയിൽ എന്ന് പറയുമ്പോൾ എന്താ, കൃഷി, മണ്ണിലാണല്ലോ കൃഷി ചെയ്യുന്നത്. നല്ല മണ്ണാണെങ്കിൽ, കണ്ടാമിനേറ്റഡ് അല്ലാത്ത, മലിനീകരണമല്ലാത്ത മണ്ണാണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നല്ല രീതിയിൽ കൃഷി നടക്കുകയുള്ളൂ, ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളൂ, വിളവെടുപ്പ് നടക്കുകയുള്ളൂ. അപ്പോൾ അതിലൂടെ വരുമാനം കിട്ടുകയുള്ളൂ, സമ്പദ് വ്യവസ്ഥ വളരുകയുള്ളൂ. മണ്ണ് മോശമായാൽ എന്ത് ചെയ്യും, അവിടെ സമ്പദ് വ്യവസ്ഥയും എന്ത് ചെയ്യും, മോശമാവും. സോ ഒരു എൻവയോൺമെൻറ്റിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും എക്കണോമിയെയും എന്ത് ചെയ്യും, ഡീഗ്രേഡ് ചെയ്യുന്ന ഒന്നാണ് ഏത്, ഈ പറയുന്ന സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മണ്ണ് മലിനീകരിക്കപ്പെട്ടാൽ എന്താണ്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയും, മണ്ണ് മലിനീകരിക്കപ്പെട്ടാൽ നമ്മളുടെ ആരോഗ്യവും, മണ്ണ് മലിനീകരിക്കപ്പെട്ടാൽ നമ്മുടെ പ്രകൃതിയും എന്ത് ചെയ്യും, അതിനെയൊക്കെ ദോഷകരമായി ബാധിക്കും. സോ സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ, വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷൻ ദാറ്റ് അഫക്റ്റിംഗ് ദി എൻവയോൺമെൻറ്റ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ദി എക്കണോമി. ഇനി ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? കാരണങ്ങൾ ടോക്സിക് ആയിട്ടുള്ള, ശ്രദ്ധിക്കുക, ടോക്സിക് ആയിട്ടുള്ള വിഷാംശങ്ങൾ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ്, സബ്സ്റ്റൻസസ്, ലിക്വിഡ്സ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, മണ്ണിൽ കലരുന്നതാണെന്ത് പ്രധാനമായിട്ടും എന്തിന് കാരണമാകുന്നത്? സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷന്, മണ്ണിലെ മലിനീകരണത്തിന് കാരണമാകുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലൊന്നാമതായി പറയുന്നത് ഏതാ? ഇൻഡസ്ട്രിയൽ വേസ്റ്റാണ്. ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതായത് വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറന്തള്ളപ്പെടുന്ന മാലിന്യങ്ങൾ. ഡിസ്പോസൽ ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അല്ലേ, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, വ്യാവസായിക ഉൽപ്പാദനത്തിൻ്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ബാക്കിയായി വരുന്ന വേസ്റ്റ് എന്ത് ചെയ്യുന്നു, മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു, മണ്ണിലേക്ക് തള്ളുന്നത് എന്താണ്, പ്രധാനപ്പെട്ട കാരണമാണ് സോയിൽ പൊല്യൂഷൻ. പിന്നെയോ ഡിസ്പോസൽ ഓഫ് ദി കെമിക്കൽസ് ഇൻ ദി സാൻഡ് ഓർ ലാൻഡ് ഓർ സോയിൽ, മണ്ണിൽ എന്ത് ചെയ്യുക, വ്യത്യസ്തമായ കെമിക്കൽസ് എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുന്നത്, കളയുന്നത്, മണ്ണിൽ കലർത്തുന്നത് ഒക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന സോയിൽ പൊല്യൂഷന് കാരണമാകുന്നു. പിന്നെയോ ഹെവി മെറ്റൽസ് ക്യാൻ പൊല്യൂട്ട് സോയിൽ ആൻഡ് ലാൻഡ്, ഹെവി ആയിട്ടുള്ള മെറ്റൽസ്, ലോഹങ്ങളും എന്ത് ചെയ്യും, നമ്മളുടെ മണ്ണിനെയും ലാൻഡ്, ഭൂമിയെയും ഒക്കെ എന്ത് ചെയ്യും, പൊല്യൂട്ട് ചെയ്യും, മലിനപ്പെടുത്തും എന്നാണ് പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. പിന്നെയോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്. അതിലെന്താ, എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, കൂടിയ അളവിൽ എന്ത് ചെയ്യുക, ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക, വളങ്ങൾ, അതുപോലെ കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. അതുപോലെ ഹെർബിസൈഡ്സ് ക്യാൻ കണ്ടാമിനേറ്റ് സോയിൽ, എന്ത് ചെയ്യുന്നു, ജൈവവളങ്ങളും അതുപോലെ കീടനാശിനികളും അതുപോലെ മറ്റ് വളങ്ങളുമൊക്കെ എന്ത് ചെയ്യുന്നു, ഈ മണ്ണിനെ എന്ത് ചെയ്യും, മലിനപ്പെടുത്തും. സോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സോയിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ മലിനപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കീടനാശിനികൾ,
അജൈവമായിട്ടുള്ള വളങ്ങൾ, ജൈവവളങ്ങൾ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ മണ്ണിനെ മലിനപ്പെടുത്തുന്നു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇറ്റ് ഡിക്രീസസ് ദ ന്യൂട്രിയൻസ് ഓഫ് ദി സോയിൽ. മണ്ണിൽ അടങ്ങിയിട്ടുള്ള പോഷണങ്ങളെ എന്ത് ചെയ്യുക, കുറക്കുവാൻ അത് കാരണമാവുന്നു. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ മാസ് പ്രൊഡക്ഷൻ ആവശ്യമായി വരുന്നു, കൂടുതൽ ഉൽപ്പാദനം ആവശ്യമായി വരുന്നു. അതിനുവേണ്ടി പെസ്റ്റിസൈഡ്സും അതുപോലെ ഫെർട്ടിലൈസേഴ്സും അല്ലേ, വലിയ വളങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നു, കീടനാശിനികളൊക്കെ ഉപയോഗിക്കേണ്ടതായി വരുന്നു എന്നാണ് പറയുന്നത്. അതിലൂടെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, ഇത് മണ്ണ് മലിനമാകുന്നു. പിന്നെ മൂന്നാമത്തേതാണ് അർബനൈസേഷൻ. അർബൻ വേസ്റ്റ് എന്നൊക്കെ പറയാൻ സാധിക്കും. അർബൻ വേസ്റ്റ് കൺസിസ്റ്റിംഗ് ഓഫ് ഗാർബേജ്, റബ്ബിഷ് മെറ്റീരിയൽസ്, ഡ്രൈഡ് സ്ലഡ്ജ്, സീവേജ് ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്ഷ്യൽ വേസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. ഓക്കെ. അതുപോലെ അർബനൈസേഷനിൽ പറയുന്നത് എന്താ, കൺസ്ട്രക്ഷൻ നിർമ്മാണം, മൈനിങ് ഖനനം, ഡീഫോറസ്റ്റേഷൻ അല്ലെ വനനശീകരണം ഒക്കെ എന്ത് ചെയ്യാം, സോയിൽ എറോഷന് മണ്ണൊലിപ്പിനും അതുപോലെ പൊല്യൂഷനും കാരണമാകുന്നു. കൺസ്ട്രക്ഷൻ, മൈനിങ് ആൻഡ് ഡീഫോറസ്റ്റേഷൻ ലീഡ് ടു സോയിൽ എറോഷൻ ആൻഡ് പൊല്യൂഷൻ അല്ലേ, മണ്ണൊലിപ്പിലേക്കും അതുപോലെ പൊല്യൂഷനിലേക്കും ഈ മണ്ണിലെ എന്ത് ചെയ്യുന്നു, മലിനീകരണത്തിലേക്കും കാരണമാകുന്നുണ്ട്. എന്തൊക്കെ, കൺസ്ട്രക്ഷൻ പ്രോസസ്സ്, നിർമ്മാണ പ്രവൃത്തികൾ, വീടോ ബിൽഡിങ്ങോ പാലങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മൈനിങ് പ്രോസസ്സ്, ഖനന പ്രക്രിയകൾ, അതുപോലെ ഡിഫോറസ്റ്റേഷൻ വനനശീകരണം. സോ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്, പ്രധാനമായിട്ടും ലാൻഡ് പൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, നടക്കുന്നു എന്നാണ് പറയുന്നത്. സോ ഡീഫോറസ്റ്റേഷനും അർബനൈസേഷനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, ഇത് പൊല്യൂട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെയോ ലാൻഡ് ഫിൽസ്, പ്രത്യേകിച്ച് ലാൻഡ് ഫിൽസ് ഉണ്ട് അല്ലേ, നിലം നികത്തുക എന്നുള്ളത് പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ്, വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ലാൻഡ് ഫിൽസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, മണ്ണിനെ നികത്തുന്നുണ്ട്, മണ്ണിനെ മലിനമാക്കുന്നുണ്ട്, മാലിന്യ കൂമ്പാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മണ്ണിൽ കൊണ്ടിടുന്നുണ്ട്. അതെന്തിലേക്ക് നയിക്കും, ഈ മണ്ണിനെ മലിനീകരിക്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും, നയിക്കുമെന്നാണ്. കൺസ്ട്രക്ഷൻ വേസ്റ്റ്, മൈനിങ് വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, ഈ പറയുന്ന ലാൻഡിനെ പൊല്യൂട്ടാക്കും. പിന്നെയോ വേസ്റ്റ് ഡിസ്പോസൽ, ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ഹൗസ് ഹോൾഡ് ആൻഡ് കൊമേഴ്ഷ്യൽ വേസ്റ്റ് ക്യാൻ പൊല്യൂട്ട് സോയിൽ ആൻഡ് ലാൻഡ്. ഇംപ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമ്മളുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അതുപോലെ കൊമേഴ്ഷ്യൽ വേസ്റ്റുകൾ അല്ലേ, സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓർഗനൈസേഷനിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഇംപ്രോപ്പറായി ഡിസ്പോസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യും, നമ്മുടെ മണ്ണിനെയും ഭൂമിയെയും ഒക്കെ എന്ത് ചെയ്യും, അത് മലിനപ്പെടുത്തും. അപ്പോൾ വീട്ടിലെ മാലിന്യമായാലും സ്ഥാപനങ്ങളുടെ മാലിന്യമായാലും അതിനെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, മണ്ണ് എന്ത് ചെയ്യും, മലിനമാകാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെയോ മൈനിങ് ആക്ടിവിറ്റീസ്, മൈനിങ് ക്യാൻ ലീഡ് ടു സോയിൽ പൊല്യൂഷൻ ത്രൂ ദ റിലീസ് ഓഫ് ഹെവി മെറ്റൽസ് ആൻഡ് അതർ ടോക്സിക് സബ്സ്റ്റൻസസ്. എന്ത് ചെയ്യുന്നു, മൈനിങ് എന്തിലേക്ക് നയിക്കും, സോയിൽ പൊല്യൂഷനിലേക്ക്, മണ്ണ് മലിനീകരണത്തിലേക്ക് നയിക്കും. എങ്ങനെ, ത്രൂ റിലീസിങ് ഓഫ് ഹെവി മെറ്റൽസ്, മണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹെവി ആയിട്ടുള്ള മെറ്റൽസ് എന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്നതിലൂടെ. അതുപോലെ മറ്റ് ടോക്സിക് സബ്സ്റ്റൻസുകളുണ്ട്, മണ്ണിൽ അടങ്ങിയിട്ടുള്ള ടോക്സിക് സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യപ്പെടുന്നതിലൂടെ എന്ത് ചെയ്യുന്നു, മൈനിങ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടും സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നു. പിന്നെയോ സോയിൽ എറോഷൻ ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ അല്ലെ, നമ്മൾ പറഞ്ഞു വനനശീകരണത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, സോയിൽ എറോഷൻ ഉണ്ടാകുന്നു, മണ്ണൊലിപ്പ് ഉണ്ടാകും. നമുക്കറിയാം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, വി ക്യാൻ പ്രിവെൻറ്റ് ദ സോയിൽ എറോഷൻ ബൈ പ്ലാന്റിങ് ട്രീസ്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, മണ്ണൊലിപ്പിനെ നമുക്ക് തടയുവാൻ സാധിക്കും. ബൈ ഡിഫോറസ്റ്റേഷൻ ചെയ്യുമ്പോൾ, വനനശീകരണം ചെയ്യുമ്പോൾ, ഇറ്റ് ബിക്കം ആസ് എ ബെയർ ലാൻഡ്, അതൊരു ബെയർ ലാൻഡായിട്ട് മാറുന്നു, വെറും തരിശായ ഭൂമിയായിട്ട് മാറുന്നു. സോ എന്ത് ചെയ്യുന്നു, ആ മണ്ണ് എന്ത് ചെയ്യുന്നു, ഒലിച്ചു പോകുവാനുള്ള സോയിൽ എറോഷനുള്ള സാധ്യതയുണ്ട്. അത് സോയിൽ പൊല്യൂഷനിലേക്ക് എന്ത് ചെയ്യുന്നു, വഴിവെക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. കാറ്റുകൊണ്ടോ വെള്ളം കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഈ സോയിൽ എറോഷൻ ഉണ്ടാകാം എന്ന് പറയുന്നു. ഓക്കെ. പിന്നെയോ നമ്മൾ ഓൾറെഡി അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് പറഞ്ഞു. പിന്നെ മൈനിങ് ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൈനിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, നിരവധി എന്ത് ചെയ്യുന്നു, പൊല്യൂഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. സർഫേസ് മൈനിങ് കോസസ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്ലാന്റ് ലൈഫ്. സർഫേസ് ആയിട്ടുള്ള മൈനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു, അത് നിലവിലുള്ള പ്ലാന്റിൻ്റെ ലൈഫിനെ എന്ത് ചെയ്യുന്നു, അത് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ. സോ മൈനിങ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഡീസ്റ്റെബിലൈസ് ദ ലാൻഡ് സ്ട്രക്ചേഴ്സ് that are in the area of mines and increase soil erosion. എന്ത് ചെയ്യുന്നു, മൈനിങ് ആയി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു,
നമ്മുടെ ഭൂമിയുടെ ഘടനയിൽ എന്ത് ചെയ്യുന്നു, അത് മാറ്റം വരുത്തുന്നു. മാത്രമല്ല സോയിൽ എറോഷൻ, മണ്ണൊലിപ്പിനെ അതെന്ത് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. ഇൻക്രീസസ് ദി സോയിൽ എറോഷൻ. സോ അതാണ് എന്ത് മൈനിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സോ സോയിൽ പൊല്യൂഷൻ വ്യത്യസ്തമായിട്ടുള്ള ഡിസീസസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നയിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി എഫക്ട്സ് ഓഫ് സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ. ഇങ്ങനെ സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ലാൻഡ് പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റുകൾ എന്താണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിൽ എഫക്റ്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം. എൻവയോൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ ആണ് ആദ്യം. സോയിൽ പൊല്യൂഷൻ ക്യാൻ ലീഡ് ടു ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മുടെ ഭൂമിയിലെ പ്രദേശങ്ങളിലുള്ള ജൈവ വൈവിധ്യങ്ങൾ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. വ്യത്യസ്തമായിട്ടുള്ള പ്ലാന്റ്സ്, ബേർഡ്സ്, അനിമൽസ് ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു. പിന്നെയോ സോയിൽ എറോഷൻ, മണ്ണൊലിപ്പിലേക്ക് നയിക്കുന്നു. സോയിൽ ഓർ ലാൻഡ് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മണ്ണ് എന്ത് ചെയ്യും, സോയിൽ എറോഷന് കാരണമാകുന്നു. പിന്നെയോ ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുന്നു. ഡിക്രീസ്ഡ് ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഗുണമേന്മ, മണ്ണിൻ്റെ പോഷണങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു, കുറയുന്നു. സോ എൻവയോൺമെൻറ്റൽ ഡീഗ്രേഡേഷന് കാരണമാകുന്നു. സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ ലീഡ്സ് ടു ദി എൻവയോൺമെൻറ്റൽ ഡീഗ്രേഡേഷൻ. ദെൻ സെക്കൻഡ് വൺ, ഹ്യൂമൻ ഹെൽത്ത് റിസ്ക്. എന്ത് ചെയ്യുന്നു, ഇത് മനുഷ്യൻ്റെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ നയിക്കുന്നുണ്ട്. എക്സ്പോഷർ പൊല്യൂട്ടഡ് സോയിൽ ക്യാൻ കോസ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ശ്വസന സംബന്ധമായ അസുഖങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു. പിന്നെയോ ക്യാൻസർ, അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ക്യാൻസർ, അതുപോലെ റെസ്പിറേറ്ററി പ്രോബ്ലംസ്, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മനുഷ്യരുടെ ആരോഗ്യത്തിന് ഉണ്ടാകുന്നുണ്ട്. ഹ്യൂമൻ ഹെൽത്ത് റിസ്ക് ആണ് സോയിൽ ഓർ ലാൻഡ് പൊല്യൂഷന്. പിന്നെയോ എക്കണോമിക് ഇമ്പാക്റ്റ്, സാമ്പത്തികമായിട്ട് എന്തെല്ലാമാണ് ഇത്തരത്തിൽ സോയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. സോയിൽ പൊല്യൂഷൻ ക്യാൻ റിഡ്യൂസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, കാർഷിക ഉൽപാദനം കുറയ്ക്കും സോയിൽ പൊല്യൂഷൻ. The nutrient land is essential for producing agricultural product. പോഷണങ്ങൾ അടങ്ങിയിട്ടുള്ള, ന്യൂട്രിയൻസ് ഉള്ള, ഫെർട്ടിലൈസർ ആയിട്ടുള്ള, കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം എന്തിന്, നമുക്ക് അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുവാൻ. ഡ്യൂ ടു ദ സോയിൽ പൊല്യൂഷൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇറ്റ് റെഡ്യൂസസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, കാർഷിക ഉൽപ്പാദനത്തെ അത് കുറയ്ക്കുന്നു. കാരണം മണ്ണ് മലിനമായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കാർഷിക ഉൽപ്പാദനം നടക്കുന്നില്ല. ഇറ്റ് ലീഡ്സ് ടു ദ ഇക്കണോമിക് ലോസസ്, ഇത് സാമ്പത്തികമായ നഷ്ടത്തിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. സോ എക്കണോമിക് ഇമ്പാക്റ്റും ഇതിനുണ്ട്. പിന്നെയോ വാട്ടർ പൊല്യൂഷൻ. പൊല്യൂട്ടഡ് സോയിൽ ക്യാൻ കണ്ടാമിനേറ്റ് ദ ഗ്രൗണ്ട് വാട്ടർ ലീഡിങ് ടു വാട്ടർ പൊല്യൂഷൻ. മലിനമായിട്ടുള്ള മണ്ണ് എന്ത് ചെയ്യുന്നു, എന്തിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു, മലിനീകരിക്കുന്നു, ഗ്രൗണ്ട് വാട്ടറിനെ എന്ത് ചെയ്യുന്നു, ഭൂഗർഭജലത്തെ എന്ത് ചെയ്യുന്നു, പൊല്യൂട്ടഡ് ആയിട്ടുള്ള സോയിൽ, മലിനമായിട്ടുള്ള മണ്ണ് എന്ത് ചെയ്യുന്നു, മലിനപ്പെടുത്തുന്നു. അതെന്തിലേക്ക് നയിക്കുന്നു, വിച്ച് ലീഡ്സ് ടു ദി വാട്ടർ പൊല്യൂഷൻ. അതെന്തിലേക്ക് നയിക്കുന്നു, വാട്ടർ പൊല്യൂഷനിലേക്ക് അല്ലേ. കുടിവെള്ളങ്ങൾ എന്ത് ചെയ്യുന്നു, മലിനീകരിക്കപ്പെടുന്ന പ്രവൃത്തിയിലേക്ക് എന്ത് ചെയ്യുന്നു, നയിക്കുന്നു. സോ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ, കിഡ്നി ആൻഡ് ലിവർ ഡാമേജ്, ലുക്കീമിയ പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ ന്യൂറോ മസ്കുലർ ബ്ലോക്കേജ് ഓർ ഡിപ്രഷൻ ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ഡാമേജ് പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് ലാൻഡ് പൊല്യൂഷൻ ഓർ സോയിൽ പൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, നയിക്കുന്നുണ്ട്. അടുത്തതാണ് വാട്ടർ പൊല്യൂഷൻ. വെള്ളവുമായി ബന്ധപ്പെട്ട മലിനീകരണം, വെള്ളത്തെ മലിനീകരിക്കപ്പെടുത്തുന്ന പ്രവൃത്തികൾ. വാട്ടർ പൊല്യൂഷൻ ഒക്കേഴ്സ് when contaminants or pollutants alter the chemical, physical or biological properties of water, making it harmful to human, animals and environment. വാട്ടർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്, വെള്ളത്തിൻ്റെ കെമിക്കലായിട്ടുള്ള, ഫിസിക്കലായിട്ടുള്ള, ബയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യുന്നു, അതിൽ മാറ്റം വരുത്തുന്നതാണ് ഇത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ബൈ യൂസിങ് കണ്ടാമിനേറ്റ്സ് ഓർ പൊല്യൂട്ടൻസ്, മലിനപ്പെടുത്തുന്നതായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ കെമിക്കലായിട്ടുള്ള, അതുപോലെ ഫിസിക്കലായിട്ടുള്ള, അതുപോലെ ബയോളജിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസിൽ എന്ത് ചെയ്യുക, മാറ്റം വരുത്തുന്നതാണ്. വെള്ളത്തിൻ്റെ സ്വാഭാവികമായ ഘടനയിൽ, വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രാസഘടനയിൽ, വെള്ളത്തിൻ്റെ ജൈവികമായിട്ടുള്ള ഘടകങ്ങളിൽ ഒക്കെ മാറ്റം വരുത്തുന്ന ഒരു പ്രക്രിയയാണ് ഇത് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ബൈ യൂസിങ് കണ്ടാമിനേറ്റ്സ് ഓർ പൊല്യൂട്ടൻസ്, എന്ത് ചെയ്യുന്നു, പൊല്യൂട്ടൻസ് ഉപയോഗിച്ചുകൊണ്ട്,
മലിനപ്പെടുത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൻ്റെ ഘടനയിൽ വെള്ളത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നതാണ് വാട്ടർ പൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. മേക്കിംഗ് ഇറ്റ് ഹാംഫുൾ ടു ഹ്യൂമൻസ്, എന്നിട്ട് അത് ആർക്ക് ദോഷകരമാക്കി മാറ്റുന്നു? ഹ്യൂമൻസ്, അനിമൽസ് ആൻഡ് ദി എൻവയോൺമെൻറ്റ്, നമ്മുടെ പരിസ്ഥിതിക്കും മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ആ വെള്ളത്തെ ഹാംഫുള്ളായിട്ട് ദോഷകരമാക്കി മാറ്റുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് വാട്ടർ പൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വാട്ടർ ഈസ് ആൻ എസെൻഷ്യൽ ഡ്രിങ്ക് ഫോർ ഹ്യൂമൻ സർവൈവൽ, മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ഡ്രിങ്കാണ് ഈ പറയുന്ന വാട്ടർ എന്ന് പറയുന്നത്. സോ വാട്ടർ പൊല്യൂഷൻ അഫക്ട്സ് ദ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് അനിമൽസ് ആൻഡ് അതർ ലിവിങ് ഓർഗാനിസംസ് ഇൻ ദി എൻവയോൺമെൻറ്റ്. ഈ വെള്ളത്തിൻ്റെ ഇത്തരത്തിലുള്ള പൊല്യൂഷൻ എന്തിലേക്ക് നയിക്കുന്നു? അത് മനുഷ്യരെ ബാധിക്കുന്നു, മൃഗങ്ങളെ ബാധിക്കുന്നു, അതുപോലെ പ്രകൃതിയിലുള്ള മറ്റെല്ലാ ലിവിങ് ഓർഗാനിസത്തിനെയും ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് വാട്ടർ പൊല്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി സോഴ്സസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ആദ്യമായി പറയുന്നു ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അല്ലേ? വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള മാലിന്യങ്ങൾ, അതായത് കെമിക്കൽസ്. ദ വേരിയസ് കെമിക്കൽസ് ആർ കോസസ് വാട്ടർ പൊല്യൂഷൻ. വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽസ് വാട്ടർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. എക്സ്പെഷ്യലി ക്രൂഡ് ഓയിൽ ആൻഡ് വേരിയസ് പെട്രോളിയം പ്രൊഡക്റ്റ്. ക്രൂഡ് ഓയിൽ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പെട്രോളിയം പ്രൊഡക്റ്റുകൾ ഇൻക്ലൂഡിങ് ഗ്യാസോലൈൻ, ഡീസൽ ഓഫ് ഫ്യൂവൽ, കെറോസിൻ, മോട്ടോർ ആൻഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്, ജെറ്റ് ഫ്യൂവൽ എക്സെട്ര. വ്യത്യസ്തമായിട്ടുള്ള അത്തരത്തിലുള്ള ഓയിൽസ് ഇതിന് ഘടകമാകുന്നുണ്ട്, കെമിക്കൽസ് ഘടകമാകുന്നുണ്ട്. അതുപോലെ ഫെർട്ടിലൈസേഴ്സ്, അല്ലേ? വളം, കീടനാശിനി, ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പ്രധാനമായിട്ടും വാട്ടർ പൊല്യൂഷനിലേക്ക് നയിക്കുന്നുണ്ട്. ഇൻക്ലൂഡിങ് നൈട്രേറ്റ്സ് ആൻഡ് ഫോസ്ഫേറ്റ്സ്. നൈട്രേറ്റ്സും ഫോസ്ഫേറ്റും അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് ഇതിലേക്ക് നയിക്കുന്നത്. പിന്നെയോ ക്ലോറിനേറ്റഡ് സോൾവെൻറ്റ്സ്. ക്ലോറിനേറ്റഡ് സോൾവെൻറ്റ്സ് വെള്ളത്തിൻ്റെ ഇതിനേക്കാളും കൂടിയ ക്ലോറിനേറ്റഡ് സോൾവെൻസും എന്തിലേക്ക് നയിക്കുന്നു? വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നു. അതുപോലെ പെട്രോളിയം സോൾവെൻസുകൾ ഏതൊക്കെ? ബെൻസൈൻ, ടൊല്യൂൻ, അതുപോലെ സൈലൈൻസ്, ഇതുപോലെയുള്ള പെട്രോളിയം സോൾവെൻസും വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഓർഗാനിക് സോൾവെൻറ്റുകളും കെമിക്കൽസും, എഥനോള്, ഐസോപ്രൊപ്പനോള്, ഓക്സിജനേറ്റ് കോമ്പൗണ്ട്സ് ഒക്കെ ഈ പറയുന്ന വെള്ളത്തെ മലിനമാക്കുന്നുണ്ട്. പിന്നെയോ ഹെവി മെറ്റൽസ്, അല്ലേ? ലോഹങ്ങൾ പ്രധാനമായിട്ടും നമ്മളുടെ വെള്ളത്തെ മലിനമാക്കുന്നുണ്ട്. ഹയർ ഹെൽത്ത് റിസ്ക് ആർ ദ ഓർഗാനോ മെറ്റൽ കോമ്പൗണ്ട്സ് വിച്ച് മേ ഫോം വെൻ മെറ്റൽസ് ഫ്രം വാട്ടർ റിയാക്ട് വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓഫ് ദി വാട്ടർ. വെള്ളത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സുമായി പ്രവർത്തിക്കുന്നതിലൂടെ മെറ്റലിൽ നിന്നും പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പിന്നെയോ അതർ പൊല്യൂട്ടൻസ് ഫ്രം ഇൻഡസ്ട്രിയൽ പ്രോസസ്. മറ്റുള്ള പൊല്യൂട്ടൻറ്റുകൾ, മറ്റ് മലിനീകരണം വരുത്തുന്ന വസ്തുക്കൾ ഇതിൽ നിന്നും ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടും വരുന്നുണ്ട്. പിന്നെയോ പെസ്റ്റിസൈഡ്സ്, ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഹെർബിസൈഡ്സ്. പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്സ്, അതുപോലെ ഹെർബിസൈഡ്സ്. ഓക്കെ, ഇതുപോലെയുള്ള മരുന്നുകൾ, കാര്യങ്ങളൊക്കെ കെമിക്കൽസൊക്കെ അല്ലേ? കീടനാശിനികൾ, ജൈവ കീടനാശിനികൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, വസ്തുക്കളൊക്കെ. അതൊക്കെ കെമിക്കൽസൊക്കെ വെള്ളത്തിൽ ചേരുമ്പോൾ അത് പ്രധാനമായി ഉപയോഗിക്കുന്നതിനാണ് അഗ്രേറിയൻ ആക്ടിവിറ്റീസിനാണ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിനാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മൾ അത് വെള്ളത്തിൽ കലക്കിയിട്ട് മണ്ണിലേക്ക് കൊടുക്കും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കൃഷി ആവശ്യത്തിനായി സ്പ്രേ ചെയ്ത് കൊടുക്കും. സ്വാഭാവികമായിട്ടും മഴ പെയ്യുന്നതിലൂടെയൊക്കെ ഇത് സ്വാഭാവികമായി എവിടേക്ക് എത്തിച്ചേരും? അല്ലെങ്കിൽ മണ്ണിലേക്ക് ഇറങ്ങുന്നതിലൂടെ വെള്ളത്തിലേക്ക് ഇത് ഇത്തരത്തിലുള്ള ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഒക്കെ എത്തിച്ചേരും, അല്ലേ? DDT പോലെയുള്ള എക്സാമ്പിളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള വലിയ കീടനാശിനികൾ എൻഡോസൾഫാൻ പോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സാമ്പിളാണ്. പിന്നെ വരുന്നതാണ് അഗ്രികൾച്ചറൽ റൺ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് മെനൂർ ഫ്രം ഫാംസ് നമ്മൾ പറഞ്ഞു. പിന്നെ സീവേജ് ആൻഡ് വേസ്റ്റ് വാട്ടർ. ഇതെന്താണ്? വാട്ടർ പൊല്യൂഷന് മറ്റൊരു ഘടകമാണ്. അൺട്രീറ്റഡ് ഓർ പ്യുവർലി ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ ഫ്രം ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രി.
വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുള്ള, അതുപോലെ വീടുകളിൽ നിന്നുള്ള അൺട്രീറ്റഡോ അല്ലെങ്കിൽ പുവർലി ട്രീറ്റഡോ ആയിട്ടുള്ള, കൃത്യമായി ട്രീറ്റ് ചെയ്യാത്ത വേസ്റ്റ് വാട്ടർ, കൃത്യമായി മാനേജ് ചെയ്യാത്ത, റീസൈക്കിൾ ചെയ്യാത്ത വേസ്റ്റ് വാട്ടേഴ്സ് എന്ത് ചെയ്യുന്നു, എന്തിന് കാരണമാകുന്നു? വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. പിന്നെയോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് ബാഗ്സ്, മൈക്രോ ബെഡ്സ് ആൻഡ് അതർ പ്ലാസ്റ്റിക് ഡെബ്രിസ്. പ്ലാസ്റ്റിക് ഡെബ്രിസ് മീൻസ് പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ. ഓക്കെ, പ്ലാസ്റ്റിക് ബാഗുകൾ, മൈക്രോ ബീഡ്സുകൾ, അതുപോലെ പ്ലാസ്റ്റിക് ഡെബ്രിസ്, പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പ്ലാസ്റ്റിക് പൊല്യൂഷന് കാരണമാകുന്നു, വിച്ച് ലീഡ്സ് ടു ദി വാട്ടർ പൊല്യൂഷൻ. പിന്നെയോ ഓയിൽ സ്പിൽസ്, ആക്സിഡൻ്റൽ റിലീസ് ഫ്രം ഓയിൽ ടാങ്കേഴ്സ്, പൈപ്പ് ലൈൻസ് ആൻഡ് ഡ്രില്ലിംഗ് ഓപ്പറേഷൻസ്. എന്ത് ചെയ്യുന്നു? ആക്സിഡൻ്റൽ ആയിട്ട് എന്ത് ചെയ്യുന്നു? റിലീസ് ചെയ്യപ്പെടുന്നത് ഓയിൽ ടാങ്കേഴ്സിൽ നിന്നോ പൈപ്പ് ലൈൻസിൽ നിന്നോ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ, ഭൂമിയിൽ ഡ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുന്നു? ഓയിൽ എന്ത് ചെയ്യുന്നു? വെള്ളവുമായി കലരുന്ന അവസ്ഥ. അങ്ങനെ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാം? ഓയിൽ സ്പിൽസിൻ്റെ ഭാഗമായിട്ടും എന്ത് ചെയ്യുന്നു? ഓയിൽ, എണ്ണ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലോ മണ്ണിലോ ഒക്കെ ലയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഓയിൽ എന്ത് ചെയ്യുന്നു? സമുദ്രത്തിൽ എന്ത് ചെയ്യുന്നു? ഓയിൽ കലരുന്ന, എണ്ണ കലരുന്നതായിട്ടുള്ള അവസ്ഥ. ഓക്കെ, അതുപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ച്, ആൾട്ടേർഡ് വാട്ടർ സൈക്കിൾസ്, ഇൻക്രീസ്ഡ് ഫ്ലഡിങ് ആൻഡ് ഡ്രോട്ട്. വരൾച്ച, വെള്ളപ്പൊക്കം പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചുകൾ, വ്യത്യസ്തമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന വാട്ടർ പൊല്യൂഷന് കാരണമാണ്. പിന്നെയോ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മറ്റൊരു കാരണമാണ്. വിച്ച് കണ്ടെയ്ൻസ് ഹൈലി ടോക്സിക് മെറ്റീരിയൽസ് സച്ച് ആസ് യുറേനിയം, തോറിയം ആൻഡ് റാഡം. വ്യത്യസ്തമായിട്ടുള്ള, വളരെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ വിഷാംശം അടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള യുറേനിയം, തോറിയം, റേഡോൺ പോലെയുള്ള എന്ത് ചെയ്യുന്നു? റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ വെള്ളത്തിൽ കലരുന്ന എന്താണ്? വാട്ടർ പൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? കാരണമാകുന്നുണ്ട്. പിന്നെയോ ദ കെമിക്കൽ സബ്സ്റ്റൻസസ്. ഓക്കെ, കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളത്തിനെ പ്രധാനമായിട്ടും ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ള ഇൻഫെക്ഷസ് ഏജൻസ്, അതായത് ബാക്ടീരിയ, വൈറസ്, പാരസൈറ്റ്സ്. നമുക്കറിയാം, നമുക്ക് പല അസുഖങ്ങളും വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയും. വാട്ടർ ബോൺ ഡിസീസുകൾ പലതും എന്താണ്? അതിന് കാരണമാകുന്നത് എന്താണ്? ന്യൂമറസ് ആയിട്ടുള്ള ഇൻഫെക്ഷസ് ഏജൻസ് ആണ്. വാട്ടർ ബോൺ ഇൻഫെക്ഷൻ ഏജൻസ് ആണ്. അതായത് ബാക്ടീരിയകൾ, വൈറസുകൾ, പാരസൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് വാട്ടർ പൊല്യൂഷൻസിൽ ഘടകമാകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഹൗ ഡസ് വാട്ടർ പൊല്യൂഷൻ അഫക്റ്റ് അസ്? എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷൻ, ജലമലിനീകരണം നമ്മളെ ബാധിക്കുന്നത്? നമ്മളെങ്ങനെയാണ് ജലമലിനീകരണം ബാധിക്കുന്നത്? അതിലൊന്നാമത് പറയുന്നത് ബാത്തിങ് ഓർ ഷവറിങ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. മലിനജലത്തിൽ കുളിക്കുകയോ, അല്ലേ, ഷവർ ചെയ്യുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്യുന്നതിലൂടെ, അല്ലേ, മലിനജലത്തിൽ കുളിക്കുന്നതിലൂടെ. പിന്നെയോ സ്വിമ്മിങ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ, അല്ലേ, മലിനജലത്തിൽ എന്ത് ചെയ്യുക? നീന്തുന്നതിലൂടെ, മലിനജലത്തിൽ നീന്തുന്നതിലൂടെ. പിന്നെയോ ബ്രീത്തിങ് ദി വേപ്പേഴ്സ് ഓഫ് പൊല്യൂട്ടഡ് വാട്ടർ, മലിനജലത്തിൽ നിന്നുള്ള ആവി എന്ത് ചെയ്യുക? ശ്വസിക്കുന്നതിലൂടെ, നീരാവിയെ ശ്വസിക്കുന്നതിലൂടെ. പിന്നെയോ കൺസ്യൂമിങ് പൊല്യൂട്ടഡ് ഫുഡ്, എന്ത് ചെയ്യുന്നു? മലിനജലം ഉപയോഗിച്ച് തയ്യാറാക്കിയ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിലൂടെ. പിന്നെയോ ഡ്രിങ്കിങ് പൊല്യൂട്ടഡ് വാട്ടർ, മലിനമായിട്ടുള്ള ജലം കുടിക്കുന്നതിലൂടെ. ഇങ്ങനെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ എന്ത് ചെയ്യാം? വാട്ടർ പൊല്യൂഷൻ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസീസസ് കോസ്ഡ് ബൈ വാട്ടർ പൊല്യൂഷൻ. വാട്ടർ പൊല്യൂഷനിലൂടെ, ജലമലിനീകരണത്തിലൂടെ എന്തെല്ലാം അസുഖങ്ങളാണ് നമുക്കുണ്ടാകുന്നത്? അതിനുള്ള കാരണങ്ങൾ, ഡിസീസിങ് ഏജൻറ്റ് ഏതെല്ലാമാണ് എന്ന് നോക്കാം. ആദ്യം ഡിസീസ് എന്ന് പറയുന്നത് കോളറ ഒരു കോസേസീവ് ഏജൻ്റാണ്. വാട്ടർ പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന അസുഖമാണ്. വാട്ടർ പൊല്യൂഷനിലൂടെ ഉണ്ടാകുന്ന അസുഖമാണ് ഇത് കോളറയ്ക്ക് കാരണമാകുന്ന ഏതാണ്? ബാക്ടീരിയ ആണ്. അടുത്തതാണ് ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം വാട്ടർ പൊല്യൂഷൻ മൂലം ഉണ്ടാകുന്നതാണ്. അതിന് കാരണമാകുന്ന ഏതാണ്? ബാക്ടീരിയ. പിന്നെയോ ഹെപ്പറ്റൈറ്റിസ് എ ആൻഡ് ഇ കാരണമാകുന്ന കോസേസീവ് ഏജൻറ്റ്, കാരണമാകുന്ന ഏജൻറ്റ് ഏതാണ്? വൈറലാണ്. ഓക്കെ, വൈറലാണ്, അല്ല വൈറസാണ്. ഓക്കെ, വൈറസുകളാണ്. പിന്നെയോ ഗ്യാഡിയാസിസ് എന്ന് പറയുന്ന ഡിസീസ്, അതിന് കാരണമാകുന്ന എന്താ? പ്രോട്ടോസോളാണ്. അതുപോലെ അമയോബിയാസിസ് എന്ന് പറയുന്നത് പ്രോട്ടോസോളാണ് കോസേസീവ് ഏജൻറ്റ്. അതുപോലെ ഡ്രാക്കൻ കുലിയാസിസ് എന്ന് പറയുന്ന അസുഖം, അതിനുള്ളത് പാരസൈറ്റിക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈക്കോളി ഡയറിയക്ക് കാരണമാകുന്നത് ബാക്ടീരിയ ആണ്, വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയ ആണ്.
പിന്നെ പാരാടൈഫോയിഡ് ഫീവർ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്താണ്? ബാക്ടീരിയ ആണ്. പിന്നെയോ പിൻവോം അല്ലെങ്കിൽ ത്രെഡ് വോം എന്നറിയപ്പെടുന്ന അസുഖത്തിന് കാരണം പാരസൈറ്റിക് ആണ്. അതുപോലെ റൗണ്ട് വോം, അതുപോലെ വിപ്പ് വോം, അതുപോലെ ഹുക്ക് വോം എന്നൊക്കെ പറയപ്പെടുന്ന ഡിസീസുകൾ ഉണ്ടാകുന്നതിനുള്ള കാരണം പാരസൈറ്റിക് ആണ്. സോ ഇതൊക്കെയാണത് വാട്ടർ പൊല്യൂഷനിലൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട അസുഖങ്ങൾ എന്ന് പറയുന്നത്. സോ എപ്പോഴും എന്താണ്, വാട്ടർ പൊല്യൂഷൻ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യുക? കൺസ്യൂം ആൻഡ് യൂസ് ദ ക്ലീൻ വാട്ടർ. എന്ത് ചെയ്യുക? ക്ലീൻ വാട്ടർ ഉപയോഗിക്കുക. മലിനമായ ജലത്തിൽ എന്ത് ചെയ്യുക? ഇറങ്ങാതിരിക്കുക. മലിനമായ ജലത്തെ കുടിക്കാതിരിക്കുക. അങ്ങനെ അത് കൺസ്യൂം ചെയ്യാതിരിക്കുന്നതിലൂടെ എന്ത് ചെയ്യാം? വാട്ടർ പൊല്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കുവാൻ സാധിക്കും. ഇനി ഇപ്പോൾ അടുത്തായി കണ്ടുവരുന്ന വാട്ടർ ബോൺ ഡിസീസാണ് ഇത് ഈ പറയുന്നത് അമീബിക് മെനിൻജിയോ എൻസെഫലൈറ്റിസ്. അമീബിക് മെനിൻജിയോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖമാണ് പറയുന്നത്. ഡിവാസ്റ്റേറ്റിംഗ് ഇൻഫെക്ഷൻ ഓഫ് ദി ബ്രെയിൻ കോസ്ഡ് ബൈ ദി നെഗ്ലീരിയ ഫ്ലോവറിയ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയും. ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന അമീബകൾ കാരണം എന്ത് ചെയ്യുന്നു? മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന അസുഖമാണേത് ഈ പറയുന്ന അമീബിക് മെനിൻജോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് കാരണമാകുന്നത്? ഇൻഫെക്ഷൻ ഒക്കേഴ്സ് വെൻ പീപ്പിൾ ഗോ സ്വിമ്മിങ് ഓർ ഡൈവിങ് ഇൻ ടു ഫ്രഷ് വാട്ടർ. എന്ത് ചെയ്യുന്നു? കുളിക്കുന്നതിലൂടെ, അല്ലെ, വെള്ളത്തിലേക്ക് കുളിക്കുക, ഡൈവ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം? ഇതുണ്ടാവാം. ഇൻഫെക്ഷൻ മേ ഒക്കർ ഇൻ ഇനാഡിക്വേറ്റ്ലി ക്ലോറിനേറ്റഡ് സ്വിമ്മിംഗ് പൂൾ. എന്ത് ചെയ്യുക? ആവശ്യത്തിലധികം ക്ലോറിനേറ്റ് ചെയ്തിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നും എന്ത് ചെയ്യാം? അമീബിക് മെനിൻജോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ അസുഖം ഉണ്ടാക്കാം. പിന്നെയോ അതുപോലെ ട്രാവൽസ് ടു ദി ബ്രെയിൻ വേർ ഇറ്റ് കോസസ് പാം. എന്ത് ചെയ്യുന്നു? ഈ അസുഖം ബാധിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് യാത്ര ചെയ്യുന്നതിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു? എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്? നമ്മുടെ മൂക്കിലൂടെയാണ് എന്ത് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലൂടെ ഈ അസുഖം അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫെക്ഷൻ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എവിടേക്ക് എത്തുന്നത്? നമ്മളുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ചെറിയ തലവേദനയും ഛർദിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പനിയൊക്കെയാണ് വരുന്നത്. രണ്ടാം ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? നെക്ക് സീസേഴ്സ് ഉണ്ടാവും, ഹാലൂസിനേഷൻസ് ഉണ്ടാവും. പതിയെ അത് കോമയിലേക്ക് കാരണമാകും. പതിയെ എന്ത് ചെയ്യുന്നു? അത് എന്ത് ചെയ്യുന്നു? 10 മുതൽ ഒരു ദിവസം മുതൽ 18 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നു? ആള് മരിക്കുന്ന അവസ്ഥയാണെന്ത് ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഈ പറയുന്ന അമീബിക് മെനിൻജോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള വലിയ പേര് കേട്ടിട്ടുള്ള ഒരു അസുഖമാണെന്നുള്ളത്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖമാണെന്നുള്ളത് ഓർത്തു വെക്കുക. അടുത്ത പ്രധാനപ്പെട്ട മലിനീകരണമാണ് എയർ പൊല്യൂഷൻ എന്നറിയപ്പെടുന്നത് വായു മലിനീകരണം. എയർ പൊല്യൂഷൻ occurs when harmful substances including gases, particles and biological molecules are introduced into the earth atmosphere, posing a threat to human health, the environment and the economy. എയർ പൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? എയർ പൊല്യൂഷൻ എന്നുകൊണ്ട് വായു മലിനീകരണം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ ശരീരത്തിന്, ഹ്യൂമൻ ഹെൽത്തിന്, മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ എൻവയോൺമെൻറ്റിന്, നമ്മുടെ പരിസ്ഥിതിക്ക്, അതുപോലെ എക്കണോമിക്ക്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കൊക്കെ എന്ത് ചെയ്യുന്നു? ദോഷകരമായിട്ടുള്ള രീതിയിലുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് എന്ത് പ്രധാനപ്പെട്ട പ്രശ്നമായി പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് മനുഷ്യ ശരീരത്തിനും മനുഷ്യൻ്റെ ആരോഗ്യത്തിനും പരിസ്ഥിതിക്കുമൊക്കെ ഹാനികരമായിട്ടുള്ള രീതിയിലുള്ള സബ്സ്റ്റൻസുകൾ, അതിലെന്ത് ചെയ്യുന്നു? ഗ്യാസ് ഉൾപ്പെടുന്നുണ്ട്, മറ്റ് പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്, ബയോളജിക്കൽ മോളിക്യൂൾസ് ഉൾപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ളവ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക്, ഇത്തരത്തിൽ ഹാനികരമായിട്ടുള്ള ഘടകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്? എയർ പൊല്യൂഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ ശരീരത്തിനൊക്കെ ഹാനികരമായിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? വരുന്നതാണ്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നതാണ്, ഉൾച്ചേരുന്നതാണ് ഈ പ്രധാനമായിട്ടും എയർ പൊല്യൂഷൻ എന്നുള്ളത് കൊണ്ട്, വായു മലിനീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എന്തെല്ലാമാണ് എയർ പൊല്യൂഷൻ്റെ സോഴ്സ് ആയിട്ട് പറയുന്നത്? ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം ഉറവിടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? എയർ പൊല്യൂഷൻ അഥവാ വായു മലിനീകരണം സംഭവിക്കുന്നത്. ആദ്യമായി പറയുന്നത് ഫോസിൽ ഫ്യൂവൽ കമ്പഷൻ. നമുക്കറിയാം, ഫോസിൽ ഇന്ധനങ്ങൾ, പ്രധാനമായും കൽക്കരി, ഓയിൽ, ഗ്യാസ്,
നാച്ചുറൽ ഗ്യാസ്, ഇവയെല്ലാം എന്താണ്? ഫോസിൽ ഫ്യൂവൽസ് ആണ്, ഫോസിൽ ഇന്ധനങ്ങളാണ്. ഇവയുടെ ഉപയോഗം മൂലം എന്ത് ചെയ്യുന്നു? ഇവ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യുന്നു? ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നു? വരുന്നു. അതായത് ഫോസിൽ ഇന്ധനങ്ങളായിട്ടുള്ള കോള്, അതുപോലെ ഓയിൽ, അതുപോലെ തന്നെ ഗ്യാസ്, ഇവ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള മലിനീകരണങ്ങൾ, അവയാണെന്ത്? ഒന്നാമത്തെ കാരണം എയർ പൊല്യൂഷന് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ പറയുന്നത് എന്താ? എന്തെല്ലാം പൊല്യൂട്ടൻസ് ആണ് ഈ ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്? ഫോസിൽ ഫ്യൂവൽ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് ഏതാണ്? അതിൽ പറയുന്നത് പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതുപോലെ നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ സൾഫർ ഡയോക്സൈഡ് പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പൊല്യൂട്ടൻസ് എന്ത് ചെയ്യുന്നു? ഇതിൽ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഏതാ? വെഹിക്കിൾ എമിഷൻസ് ആണ് അടുത്ത പറയുന്നത്. വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുന്നത്. കാർസ്, ട്രക്സ് and other vehicles emit particulate matter, nitrogen oxide and volatile organic compounds. എന്ത് ചെയ്യുന്നു? വെഹിക്കുലർ എമിഷൻസിലൂടെ, കാറ്, ട്രക്ക് അതുപോലെയുള്ള വെഹിക്കിൾസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, അതുപോലെ തന്നെ നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ തന്നെ നൈട്രേറ്റ് ഓക്സൈഡ്, അതുപോലെ തന്നെ എന്ത് ചെയ്യും? നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പോലെയുള്ള പൊല്യൂട്ടൻസ്, മലിനീകരണത്തിന് സഹായിക്കുന്നതായ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് എന്ത് ചെയ്യുന്നു? ചേരുന്നു. പിന്നെയോ അടുത്തൊരു മാർഗം, ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ് മറ്റൊരു ഘടകമായിട്ട് പറയുന്നത്. Factories and industrial activities release pollutants like particulate matter, nitrogen oxide, sulfur dioxide and volatile organic compounds. എന്ത് ചെയ്യുന്നു? വ്യാവസായിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഫാക്ടറികളിൽ നിന്നെല്ലാം പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് പാർട്ടിക്കുലേറ്റ് മാറ്റർ, നൈട്രജൻ ഓക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്, അതുപോലെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് പോലെയുള്ള എന്ത് ചെയ്യുന്നു? ഘടകങ്ങൾ എന്ത് ചെയ്യുന്നു? എവിടേക്ക് എത്തിച്ചേരുന്നു? നമ്മുടെ അന്തരീക്ഷത്തിലേക്ക്, നമ്മുടെ വായുവിലേക്ക് എത്തിച്ചേരുകയും വായുവിനെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെയോ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, ഫാമിംഗ് ആൻഡ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ എമിറ്റ് അമോണിയ ആൻഡ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്. എന്ത് ചെയ്യുന്നു? ഫാമിംഗ്, കൃഷി, അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, അതായത് കന്നുകാലി വളർത്തൽ, കന്നുകാലി ഉൽപ്പാദനം, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യപ്പെടുന്ന, പുറന്തള്ളപ്പെടുന്നതാണെന്ത്? അമോണിയ എന്നറിയപ്പെടുന്നത്. അമോണിയ പുറന്തള്ളപ്പെടുന്നു, അതുപോലെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നു? പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഇത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്? എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്, വായു മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. പിന്നെയോ വേസ്റ്റ് ഡിസ്പോസൽ, എന്ത് ചെയ്യുന്നു? മാലിന്യങ്ങളെ ഡിസ്പോസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? ബേണിംഗ് ട്രാഷ് ആൻഡ് അതർ വേസ്റ്റ് റിലീസസ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, അതുപോലെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് അതർ പൊല്യൂട്ടൻസ്. എന്ത് ചെയ്യുന്നു? നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ളവയെ എന്ത് ചെയ്യുക? കത്തിക്കുന്നതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? എന്ത് ചെയ്യുന്നുണ്ട്? സ്വാഭാവികമായിട്ടും എന്തുണ്ടാകുന്നുണ്ട്? ഒരുപാട് ഈ പറയുന്ന പൊല്യൂട്ടൻസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. എയർ പൊല്യൂഷൻസിന് എന്ത് ചെയ്യുന്നു? കാരണമാകുന്നുണ്ട്. ഓക്കെ, പിന്നെ ഓയിൽ റിഫൈനറി, പവർ പ്ലാന്റ്സ് ഒക്കെ എന്താണ്? ഈ എയർ പൊല്യൂഷന് ഉദാഹരണമാണ്. പവർ പ്ലാന്റിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ ഓയിൽ റിഫൈനറീസിൽ നിന്ന്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിൽ നിന്ന്, ഫാക്ടറീസിൽ നിന്ന്, അതുപോലെ കാറ്, ബസ്, അതുപോലെ പ്ലെയിന്, ട്രക്ക്, ട്രെയിന് പോലെയുള്ളവയിൽ നിന്ന്, അതുപോലെ എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചറൽ ഏരിയാസ്, സിറ്റീസ്, വുഡ് ബേണിംഗ്, ഫയർ പ്ലേസസ്, എന്ത് ചെയ്യുന്നു? മരങ്ങളെല്ലാം കത്തിക്കുന്ന സ്ഥലങ്ങൾ, ഇവയിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എയർ പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ വിൻഡ് ബ്ലോൺ ഡസ്റ്റ്, അതുപോലെ വൈൽഡ് ഫയേഴ്സ്, വോൾക്കാനോസ് എല്ലാം ഇതിന് കാരണമാണ്. അതായത് പൊടിക്കാറ്റ് മൂലം, അതുപോലെ വൈൽഡ് ഫയേഴ്സ്, കാട്ടുതീ മൂലം, അതുപോലെ എന്ത് ചെയ്യുന്നു? വോൾക്കാനോസ് മൂലം എന്ത് ചെയ്യുന്നു? അഗ്നിപർവ്വതങ്ങളിലെ സ്ഫോടനങ്ങൾ മൂലമൊക്കെ എന്ത് ചെയ്യുന്നു? എയർ പൊല്യൂഷൻ, അതായത് വായു മലിനീകരണം എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻക്രീസസ് ഇൻ ദി അബവ് അറ്റ്മോസ്ഫറിക് മോളിക്യൂൾസ് ആൻഡ് പാർട്ടിക്കിൾസ് റിലേറ്റ്സ് ഇൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ഒരുപാട് എഫക്റ്റുകളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി
മേജർ പൊല്യൂട്ടൻസ് ആൻഡ് ദെയർ എഫക്ട്സ്. പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ്, അതായത് നമ്മുടെ അന്തരീക്ഷത്തെ മലിനമാക്കുന്ന ഘടകങ്ങൾ, പൊല്യൂട്ടൻസ് ഏതെല്ലാമാണ്, അതുപോലെ അതിൻ്റെ എഫക്റ്റുകൾ എന്തെല്ലാമാണ്. ആദ്യം പറയുന്ന പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്, പർട്ടിക്കുലേറ്റ്സ് ഓർ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു പൊല്യൂട്ടൻ്റ് ആണ്. പ്രധാനപ്പെട്ട ഒരു പൊല്യൂട്ടൻ്റ് ആണ്. ഇതിൽ വായുമലിനീകരണത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പൊല്യൂട്ടൻ്റ് ആണ് പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. പിന്നെയോ അതിൻ്റെ സോഴ്സുകൾ ഏതെല്ലാമാണ്? പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സിൻ്റെ സോഴ്സുകൾ ഏതെല്ലാമാണ്? ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്, അഗ്രികൾച്ചർ. ഫോസിൽ ഫ്യൂൽ കമ്പഷൻ്റെ ഭാഗമായിട്ട്, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായി പർട്ടിക്കുലേറ്റ്സ് ഉണ്ടാകുന്നത്. അതിൻ്റെ എഫക്റ്റ് എന്താണ്? ഇത്തരത്തിലുള്ള പർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് എന്ന് പറയുന്ന പൊല്യൂട്ടൻസിലൂടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നു. ലങ് ക്യാൻസർ, ശ്വാസകോശത്തിന് ക്യാൻസർ ഉണ്ടാകുന്നു. കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ പെർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്ന പൊല്യൂട്ടൻറ്റിലൂടെ ഉണ്ടാകുന്നതാണ്. അടുത്തതാണ് നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്നത്. നൈട്രജൻ ഓക്സൈഡ് അത് പ്രധാനമായും ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, അതുപോലെ വെഹിക്കിൾസ്, ഇവയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ഈ പൊല്യൂട്ടൻറ്റ് നൈട്രജൻ ഓക്സൈഡ് എന്ന് പറയുന്ന പൊല്യൂട്ടൻറ്റ് ഉണ്ടാകുന്നത്. ഇത് റെസ്പിറേറ്ററി പ്രോബ്ലംസിന്, ലങ് ഡാമേജസിന്, ഓസോൺ ഫോർമേഷനൊക്കെ എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു. പിന്നെയോ സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുന്ന അടുത്ത ഒരു പൊല്യൂട്ടൻറ്റ്, സൾഫർ ഡയോക്സൈഡ്. അതിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സുകൾ ഏതെല്ലാമാണ്? ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ്. ഇത് റെസ്പിറേറ്ററി പ്രോബ്ലംസിന്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, ലങ്സ് ഡാമേജ് എന്ത് ചെയ്യുന്നു? നമ്മളെ ശ്വാസകോശങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? തകരാറ് വരുത്തുന്നു. അതുപോലെ ആസിഡ് റെയിൻ പോലെയുള്ള കാരണങ്ങൾക്ക്, ആസിഡ് റെയിൻ പോലെയുള്ള പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നു സൾഫർ ഡയോക്സൈഡ് കാരണം. പിന്നെയോ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതിലെന്താ? അതിൻ്റെ സോഴ്സുകൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, വെഹിക്കിൾസ്, ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റുകളിൽ നിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നുണ്ട്. അത് റെസ്പിറേറ്ററി പ്രോബ്ലംസിന്, ഐ ഇറിറ്റേഷൻസിന്, കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടാകുന്നതിന്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതുപോലെ ക്യാൻസറിനെല്ലാം എന്ത് ചെയ്യുന്നു? കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറയുന്നതാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഈസ് അനദർ പൊല്യൂട്ടൻറ്റ് ഫോർ എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷനുമായി ബന്ധപ്പെട്ട അടുത്ത പ്രധാനപ്പെട്ട ഒരു പൊല്യൂട്ടൻ്റാണ് ഇത്. മലിനീകരണത്തിന് കാരണമാകുന്നതാണ് ഇത് കാർബൺ മോണോക്സൈഡ്. ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, വെഹിക്കിൾസ്, ഇവയിൽ നിന്നൊക്കെയാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഹെഡേക്സ്, ഡിസിനസ്, നസ്വ, അതുപോലെ തന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. പിന്നെയോ ഓസോൺ സോഴ്സസ്, ഓസോണിൻ്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്? നൈട്രജൻ ഓക്സൈഡ്, അതുപോലെ ഈ പറയുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, സൺലൈറ്റിൽ അടങ്ങിയിട്ടുള്ള, സൂര്യപ്രകാശത്തിൽ അടങ്ങിയിട്ടുള്ളവയിൽ നിന്നാണ് ഓസോൺ, O3 എന്ത് ചെയ്യുന്നത്? പ്രധാനപ്പെട്ട O3 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പൊല്യൂട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇത് പ്രധാനമായും സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ലങ് ഡാമേജസ്, ലങ്സ് എന്ത് ചെയ്യുന്നു? ശ്വാസകോശം എന്ത് ചെയ്യുന്നു? തകരാറിലാക്കുന്നു. ക്രോപ്പ് ഡാമേജ്, വിളകളെ എന്ത് ചെയ്യുന്നു? തകരാറിലാക്കുന്നു, നശിപ്പിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ലെഡ്. മേജർ പൊല്യൂട്ടൻ്റ് ആണ് ലെഡ് എന്ന് പറയുന്നത്. എയറിൽ ലെഡിൻ്റെ അംശം, നമ്മളുടെ വായുവിൽ എന്ത് ചെയ്യുന്നു? ലെഡിൻ്റെ അംശം വരികയാണെങ്കിൽ അത് ഏതെല്ലാം മാർഗത്തിലൂടെയാണ് എന്നാണ്. ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്, വ്യാവസായികമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, അതുപോലെ വെഹിക്കിൾസ്, വാഹനങ്ങളിലൂടെ, ലെഡ് ബേസ്ഡ് പെയിൻറ്റ്, ലെഡ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പെയിൻറ്റിലൂടെയും എന്ത് ചെയ്യാം? ലെഡ് നമ്മുടെ വായുവിൽ കലരാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? ന്യൂറോളജിക്കൽ ഡാമേജസ് ആണ്. നമ്മുടെ ഞരമ്പുകൾക്ക് എന്ത് ചെയ്യും? ഡാമേജുകൾ സംഭവിക്കും. അതുപോലെ ഡെവലപ്മെൻറ്റൽ ഡിലേയ്സ് എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ മനുഷ്യരുടെ, കുട്ടിയുടെയൊക്കെ വികാസത്തിൽ എന്ത് ചെയ്യുന്നു? വളർച്ചയിലും വികാസവും എന്ത് ചെയ്യും? ഡിലേ ആക്കും, വേഗത്തിലാക്കില്ല, വൈകിപ്പിക്കും. കുട്ടികളിലെ വളർച്ചയെ, വികാസത്തെ എന്ത് ചെയ്യും? വൈകിപ്പിക്കുവാൻ എന്ത് ചെയ്യും? ഇത് കാരണമാകും. പിന്നെ കാർഡിയോ വാസ്കുലർ ഡിസീസ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും എന്ത് ചെയ്യുന്നു? ഇത് കാരണമാകും ലെഡ് എന്ന് പറയുന്നത്. അടുത്തതാണ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് ഇതിൻ്റെ സോഴ്സ് ഏതൊക്കെയാണ്? ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, ലാൻഡ് യൂസ് ചേഞ്ചസ്, അല്ലേ? നമ്മുടെ മണ്ണിനെ ഉപയോഗിക്കുന്ന രീതി മാറുമ്പോൾ, അതുപോലെ ഫോസിൽ ഫ്യൂൽ ഉപയോഗിക്കുമ്പോൾ ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡയോക്സൈഡ് എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്.
ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വായുവിൽ കലരുമ്പോൾ എന്ത് സംഭവിക്കും? അത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും, കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാകും, ഗ്ലോബൽ വാർമിംഗ് ആഗോള താപനത്തിന് കാരണമാകും. അതുപോലെ ഓഷൻ ആസിഡിഫിക്കേഷൻ എന്ത് ചെയ്യും? നമ്മുടെ സമുദ്രങ്ങളെല്ലാം എന്ത് ചെയ്യും? ആസിഡ് എന്ത് ചെയ്യും? ആസിഡിക് ആയിട്ട് മാറും എന്നാണ്, ആസിഡിക് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുമെന്നൊക്കെയാണ് ഇതിൻ്റെ എഫക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പൊല്യൂട്ടൻസ് ഏതൊക്കെയാണ്? സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, പാർട്ടിക്കുലേറ്റ്സ് ഓർ പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ്, അതുപോലെ മെറ്റൽസ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ. നമുക്കറിയാം നമ്മുടെ AC-യിൽ നിന്നും ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറന്തള്ളപ്പെടുന്നതാണ് ഏത്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അഥവാ CFC എന്നറിയപ്പെടുന്നത് ഒരു പൊല്യൂട്ടൻ്റ് ആണ്. നമ്മുടെ അന്തരീക്ഷത്തിന് ഓസോൺ പാളിക്കെല്ലാം ഏറ്റവും ഉപദ്രവകാരിയായിട്ടുള്ള ഒന്നാണ്. അതുപോലെ അമോണിയ, അതുപോലെ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും എന്ത് ചെയ്യുന്നു? നമ്മുടെ അന്തരീക്ഷത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന വായുവിനെ മലിനമാക്കുന്നു. റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിലൂടെ എന്ത് ചെയ്യും? പല വലിയ രീതിയിലുള്ള സിവിയർ ആയിട്ടുള്ള എന്ത് ചെയ്യും? അസുഖങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് കൺട്രോളിങ് എയർ പൊല്യൂഷൻ. വായുമലിനീകരണത്തെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം? ആദ്യം പറയുന്നത് ഇൻഡിവിജ്വൽ ആക്ഷൻസ് ആണ്. ഓരോ വ്യക്തിയും എങ്ങനെ എന്ത് ചെയ്യാം? ഓരോ വ്യക്തിയുടെയും പ്രവർത്തനങ്ങളിലൂടെ എങ്ങനെ എന്ത് ചെയ്യാം? വായുമലിനീകരണത്തെ തടയാം. ഒന്ന്, യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഓർ കാർ പൂൾ. ചെയ്യേണ്ട കാര്യം എന്താ? എല്ലാവരും വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നമുക്കറിയാം വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? വായുവിലെ മലിനീകരണം വർദ്ധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാം? പൊതുഗതാഗത സൗകര്യങ്ങൾ, പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഒരു കാറിൽ 4 പേര് 5 പേരൊക്കെ യാത്ര ചെയ്യുന്ന രീതിയിൽ ആ രീതിയിൽ എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താം. പിന്നെയോ യൂസ് എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ്. വീട്ടിൽ എന്ത് ചെയ്യാം? ഊർജത്തെ ഏറ്റവും കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തുക. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള LED ലാമ്പുകൾ അതുപോലെയുള്ള ഡിവൈസുകൾ എന്ത് ചെയ്യാം? ഉപയോഗപ്പെടുത്താം. പിന്നെയോ കൺസേർവ് എനർജി. എന്ത് ചെയ്യുക? ഊർജത്തെ എന്ത് ചെയ്യാം? സംരക്ഷിക്കാം. ടേൺ ഓഫ് ലൈറ്റ്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഡിവൈസസ് വെൻ നോട്ട് ഇൻ യൂസ്. എന്ത് ചെയ്യുക? ആവശ്യമില്ലാത്ത ഉപയോഗിക്കാത്ത സമയത്ത് എന്ത് ചെയ്യുക? ലൈറ്റ് ആവട്ടെ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളാവട്ടെ, മറ്റ് ഡിവൈസുകളാവട്ടെ, ഇവയൊക്കെ എന്ത് ചെയ്യാം? ഓഫ് ചെയ്ത് വെക്കാം. പിന്നെയോ യൂസ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ചൂസ് പ്രൊഡക്റ്റ് വിത്ത് മിനിമൽ പാക്കേജിങ് ആൻഡ് മെയ്ഡ് ഫ്രം സസ്റ്റൈനബിൾ മെറ്റീരിയൽസ്. എന്ത് ചെയ്യുക? പ്രൊഡക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? വളരെ മിനിമൽ പാക്കേജിങ്ങിലുള്ള പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മെയ്ഡ് ഫ്രം സസ്റ്റൈനബിൾ മെറ്റീരിയൽസ്, സുസ്ഥിരമായി ദീർഘകാലം നിലനിൽക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്റ്റുകളെ മാത്രം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. പിന്നെയോ റീസൈക്കിൾ പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ് ആൻഡ് മെറ്റൽ ടു റിഡ്യൂസ് വേസ്റ്റ്. മാലിന്യങ്ങളെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, മെറ്റൽ ഇവയെല്ലാം എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ഇനി ഒരു കമ്മ്യൂണിറ്റി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് എയർ പൊല്യൂഷനെ, വായുമലിനീകരണത്തെ നിയന്ത്രിക്കാം? ഒന്ന്, പ്രൊമോട്ട് കമ്മ്യൂണിറ്റി ഗാർഡനിങ്. എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റി ഗാർഡനിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക? അതിലൂടെ എന്ത് ചെയ്യാൻ സാധിക്കും? എമിഷൻസ് പുറന്തള്ളുന്നതിനെ കുറക്കുവാനും അതുപോലെ ഗ്രീൻ സ്പേസസിനെ ഇൻക്രീസ് ചെയ്യുവാനും സാധിക്കും. അതുപോലെ ഓർഗനൈസ് കാർ ഫ്രീ ഡേയ്സ്, അല്ലെ? കാർ ഉപയോഗിക്കാത്ത വെഹിക്കിൾസിൻ്റെ ഉപയോഗം റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. അതായത് വാഹനങ്ങൾ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക? ഓർഗനൈസ് ചെയ്യുക. പിന്നെയോ ഇംപ്ലിമെൻറ്റ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ്. എന്ത് ചെയ്യുക? വളരെ കാര്യക്ഷമമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക? കണ്ടക്ട് ചെയ്യുക, ഇംപ്ലിമെൻ്റ് ചെയ്യുക. റീസൈക്ലിംഗ്, കമ്പോസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. പിന്നെയോ ക്രിയേറ്റ് ഗ്രീൻ സ്പേസസ്, ക്രിയേറ്റ് പാർക്സ്, ഗാർഡൻസ് ആൻഡ് ഗ്രീൻ റൂഫ്സ് ടു അബ്സോർബ് പൊല്യൂട്ടൻസ് ആൻഡ് പ്രൊഡ്യൂസ് ഓക്സിജൻ. എന്ത് ചെയ്യുക? പാർക്കുകൾ, ഗാർഡൻസ്, ഗ്രീൻ റൂഫ് പോലെയുള്ളവ എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ എയറിലുള്ള, വായുവിലുള്ള മലിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്യുവാനും അതുപോലെ ഓക്സിജൻ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെയോ എഡ്യൂക്കേറ്റ് ആൻഡ് റൈസ് അവെയർനെസ്. ആളുകളിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള അവബോധം എന്ത് ചെയ്യുക? സൃഷ്ടിക്കുക. കമ്മ്യൂണിറ്റി മെമ്പേഴ്സിലുള്ള ആളുകൾക്ക്, നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക? എയർ പൊല്യൂഷനെക്കുറിച്ചും അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള അവബോധം എന്ത് ചെയ്യുക? അവർ സൃഷ്ടിക്കുക എന്നുള്ളത്. ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആക്ഷൻസ് ആണ്, ഒരു സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെയോ ഓർഗനൈസേഷണൽ ആക്ഷൻസ്. ഒരു സ്ഥാപനത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും?
ഒരു സ്ഥാപനത്തിൽ എങ്ങനെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാം? ആദ്യം ഇംപ്ലിമെൻറ്റ് എമിഷൻ റിഡ്യൂസിങ് ടെക്നോളജീസ്. സ്ഥാപനത്തിനകത്ത് എന്ത് ചെയ്യുക? പരമാവധി എന്ത് ചെയ്യുക? പൊല്യൂഷൻ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിക്കുക. പരമാവധി മാലിന്യങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പരമാവധി എയർ പൊല്യൂഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുക? ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റേഴ്സ്, അതുപോലെ സ്ക്രബ്ബേഴ്സ് പോലെയുള്ള ടെക്നോളജീസ് എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്താം. പിന്നെയോ ഇൻക്രീസ് എനർജി എഫിഷ്യൻസി ഇൻ ബിൽഡിങ്സ്. എന്ത് ചെയ്യുക? ബിൽഡിങ്സിൽ എന്ത് ചെയ്യുക? എനർജി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. അതുപോലെ സ്ഥാപനത്തിലെ പ്രവർത്തനത്തിലും. പിന്നെയോ പ്രൊമോട്ട് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള, സുസ്ഥിരമായിട്ടുള്ള പ്രവൃത്തികൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. എംപ്ലോയീസിനോട് എന്ത് ചെയ്യുക? സസ്റ്റൈനബിൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. കാർ പൂളിംഗ്, റീസൈക്ലിംഗ് പോലെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക. പിന്നെയോ മോണിറ്റർ ആൻഡ് റിപ്പോർട്ട് എമിഷൻസ്. മോണിറ്റർ ആൻഡ് റിപ്പോർട്ട് എമിഷൻ ടു ഐഡൻറ്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഏതെല്ലാം ഏരിയയിലാണ് എമിഷൻസ് ഉള്ളത്, മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുന്നത്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുവാനും അതിനെ മോണിറ്റർ ചെയ്യുവാനും റിപ്പോർട്ട് ചെയ്യുവാനും എന്തിനു വേണ്ടിയിട്ട്? അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെയോ ഇൻവെസ്റ്റ് ഇൻ ക്ലീൻ എനർജി. ക്ലീൻ എനർജി സോഴ്സിൽ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. സോളാർ, വിൻഡ് പവർ, അല്ലേ, കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നുള്ള വൈദ്യുതി, ഇതിലൊക്കെ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ എന്ത് ചെയ്യുക? നമുക്ക് എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കും. അടുത്ത പ്രധാനപ്പെട്ട ഒരു പൊല്യൂഷനാണ് റേഡിയേഷൻ ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്നറിയപ്പെടുന്നത്. റേഡിയേഷൻ ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ. Radiation or nuclear pollution occurs when radioactive materials are released into the environment, contaminating the air, water, soil and living organisms. റേഡിയേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്നോട് അർത്ഥമാക്കുന്നത് എന്താണ്? വെൻ ദ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആർ റിലീസ്ഡ് ഇൻ ടു ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ പ്രകൃതിയിലേക്ക്, നമ്മുടെ പരിസ്ഥിതിയിലേക്ക് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? റിലീസ് ചെയ്യപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? റേഡിയേഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ നമ്മുടെ പ്രകൃതിയിലേക്ക് റിലീസ് ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിൽ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? മെർജാവുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലേക്ക് എത്തിച്ചേരുമ്പോൾ. മാത്രമല്ല ദാറ്റ് കണ്ടാമിനേറ്റ്സ് ദ എയർ. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ എയറിനെ, വായുവിനെ, അതുപോലെ വാട്ടർ, വെള്ളത്തെ, അതുപോലെ സോയിൽ, മണ്ണിനെ, അതുപോലെ ലിവിങ് ഓർഗാനിസം, ജീവനുള്ള ജീവജാലങ്ങളെ ഒക്കെ എന്ത് ചെയ്യും? അത് മലിനപ്പെടുത്തുന്നു. അപ്പോഴാണെന്ത്? റേഡിയേഷൻ ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നതും അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മണ്ണും വെള്ളവും, അതുപോലെ എന്ത് ചെയ്യുന്നു? വായുവും, നമ്മുടെ ജീവജാലങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു? മലിനമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇത് റേഡിയേഷൻ ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഏതൊക്കെയെന്ന് നമുക്കറിയണം. ഒരുപാട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ മിക്സ് ആകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയലുകളാണ് സെസിയം, കൊബാൾട്ട്, അയോഡൈൻ, അയോണൈസിങ് റേഡിയേഷൻ, പ്ലൂട്ടോണിയം, റേഡിയം, റാഡോൺ, സ്ട്രോൺറ്റിയം, തോറിയം, യുറേനിയം. ഇതൊക്കെ എന്താണ്? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. ഇവയെല്ലാം തന്നെ വെള്ളത്തിലോ വായുവിലോ ജലത്തിലോ ഒക്കെ കലരുമ്പോൾ എന്ത് ചെയ്യുന്നു? അതുപോലെ മനുഷ്യരിലേക്കോ എത്തിച്ചേരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നുണ്ട്. ഇനി സോഴ്സസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. ഈ ന്യൂക്ലിയർ പൊല്യൂഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ പൊല്യൂഷന് ഉള്ള ഏതെല്ലാം രീതിയിലാണ് ഇതുണ്ടാകുന്നത്? റേഡിയേഷൻ പൊല്യൂഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. നമുക്കറിയാം ന്യൂക്ലിയർ എനർജി എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കറിയാം ന്യൂക്ലിയർ അഥവാ ആണവം, അല്ലേ, ആണവ എനർജി, അല്ലേ, ആണവോർജം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആർ യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് എനർജി ഫ്രം റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൂടെ ന്യൂക്ലിയർ ഫിഷൻ ഓർ ഫ്യൂഷൻ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇസ് ദർ എനി ആക്സിഡൻറ്റ്സ് ഓർ ലീക്സ് അറ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ക്യാൻ റിലീസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നുള്ള ഏതെങ്കിലും ആക്സിഡൻറ്റോ ലീക്കേജോ കാരണം എന്ത് ചെയ്യും? റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ത് ചെയ്യാം?
പുറത്ത് എൻവയോൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യാം, റിലീസ് ചെയ്യപ്പെട്ടേക്കാം. സോ അങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ എന്തുണ്ടാകും, ന്യൂക്ലിയർ പൊല്യൂഷൻ അല്ലെങ്കിൽ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെയോ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റിംഗ്, ആണവായുധങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആണവായുധങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം. ഈ ന്യൂക്ലിയർ വെപ്പൺസ് എന്ത് ചെയ്യണം, നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. പലപ്പോഴും ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പൊഖ്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യ അവരുടെ ആണവായുധങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പണ്ട്. ഓക്കെ, അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കുന്ന സമയത്ത് തന്നെ. ഓക്കെ, സോ പറഞ്ഞു വരുന്നത് ടെസ്റ്റിംഗ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ക്യാൻ റിലീസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ ടു ദി എൻവയോൺമെൻറ്റ്. ന്യൂക്ലിയർ വെപ്പൺസിനെ, ആണവായുധങ്ങളെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക്, പരിസ്ഥിതിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വലിയ അളവിൽ എന്ത് ചെയ്യുന്നു, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ. പിന്നെയോ മെഡിക്കൽ വേസ്റ്റ്, ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് മെഡിക്കൽ വേസ്റ്റ് കണ്ടെയ്നിങ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് അടങ്ങിയിട്ടുള്ള മെഡിക്കൽ വേസ്റ്റിനെ ഇംപ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, അനുയോജ്യമല്ലാത്ത രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാം, റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ് സച്ച് ആസ് മൈനിങ് ഓർ പ്രോസസ്സിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. വ്യാവസായിക പ്രവർത്തനങ്ങളിലൂടെ, അതായത് മൈനിങ്, ഖനനം, അതുപോലെ പ്രോസസ്സിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ പ്രോസസ്സ് ചെയ്യുന്ന പ്രവൃത്തി, സംസ്കരിക്കുന്ന പ്രവൃത്തി, ഈ സംസ്കരണ പ്രവൃത്തി, ആ പ്രവൃത്തിയിലൂടെയൊക്കെ എന്ത് ചെയ്യാം, റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവാം. പിന്നെയോ ആക്സിഡൻറ്റ്സ് ഇൻവോൾവിംഗ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് സച്ച് ആസ് ട്രാൻസ്പോർട്ടേഷൻ ഓർ സ്റ്റോറേജ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുന്നതുമായി, സംഭരിച്ചു വെക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സംഭരണശാലകളിലോ അല്ലെങ്കിൽ ഗതാഗത മാർഗത്തിലോ ഉണ്ടാകുന്നതായിട്ടുള്ള ആക്സിഡൻസ് മൂലവുമൊക്കെ എന്ത് ചെയ്യാം, ഈ പറയുന്ന റേഡിയോ ആക്ടിവിറ്റി ഉണ്ടാകാം. ഓക്കെ, റേഡിയേഷൻ ഉണ്ടാകാം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സുകളിലൂടെ എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും എന്ത് സംഭവിക്കാം, റേഡിയേഷൻ പൊല്യൂഷൻ എന്ത് ചെയ്യാം, ഉണ്ടാകാം എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട എഫക്ട്സ് എന്തൊക്കെയാണ്? ഇത്തരത്തിൽ റേഡിയേഷൻ ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ആണവോർജ മലിനീകരണം, ആണവ മലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മുടെ എൻവയോൺമെൻറ്റിലേക്ക് റിലീസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായി പറയുന്നത് ക്യാൻസറാണ്. ദ റേഡിയേഷൻ ഓർ ന്യൂക്ലിയർ പൊല്യൂഷൻ ലീഡ്സ് ടു ദ ക്യാൻസർ. എക്സ്പോഷർ ടു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ക്യാൻ ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ക്യാൻസർ. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസുമായിട്ട് ബന്ധപ്പെട്ട് അതെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു എക്സ്പോഷർ ഒരാൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ അതെന്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു, ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പിന്നെയോ ജനറ്റിക് മ്യൂട്ടേഷൻസ്. റേഡിയേഷൻ ക്യാൻ കോസ് ജനറ്റിക് മ്യൂട്ടേഷൻ ലീഡിങ് ടു ബർത്ത് ഡിഫക്ട്സ്. എന്ത് ചെയ്യുന്നു, ബർത്ത് ഡിഫക്റ്റിന് കാരണമാകുന്നു, ജനറ്റിക് മ്യൂട്ടേഷൻസിന് കാരണമാകുന്നു. അതെന്ത് ചെയ്യുന്നു, ജനന വൈകല്യങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കാരണമാകുന്നു. പിന്നെയോ റേഡിയേഷൻ സിക്നെസ്. ഹൈ ലെവൽ ഓഫ് റേഡിയേഷൻ ക്യാൻ കോസ് റേഡിയേഷൻ സിക്നെസ് ലീഡിങ് ടു സിംറ്റംസ് ലൈക്ക് നാഷ്വ, വൊമിറ്റിംഗ്, ഡയറിയ. റേഡിയേഷൻ സിക്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള അസുഖങ്ങൾ എന്ത് ചെയ്യാം, വൊമിറ്റിംഗ്, ഡയറിയ, നോസ പോലെയുള്ള സിംറ്റംസ് എന്ത് ചെയ്യാം, ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെയോ എൻവയോൺമെൻറ്റൽ ഡാമേജ്. റേഡിയേഷൻ ക്യാൻ കണ്ടാമിനേറ്റ് സോയിൽ, വാട്ടർ, എയർ ആൻഡ് അഫക്റ്റിംഗ് എക്കോസിസ്റ്റംസ് ആൻഡ് വൈൽഡ് ലൈഫ്. എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ എന്തിന് കാരണമാകുന്നു, നമ്മുടെ മണ്ണിനെയും വെള്ളത്തെയും അതുപോലെ എയർ വായുവിനെയും അതുപോലെ നമ്മളുടെ ആവാസ വ്യവസ്ഥയെയും നമ്മളുടെ വന്യജീവികളെയും ഒക്കെ എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു. അപ്പോൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ, നമ്മുടെ പരിസ്ഥിതിയെ എന്ത് ചെയ്യുന്നു, തകരാറിലാക്കുന്നു. പിന്നെയോ ലോങ് ടേം ഹെൽത്ത് എഫക്റ്റ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ ഉണ്ടാകുന്നു. റേഡിയേഷൻ എക്സ്പോഷർ can have long-term health effects including increased risk of cancer and genetic disorders. ജനിതക വൈകല്യങ്ങൾക്ക് അതുപോലെ ക്യാൻസർ എന്ന് പറയുന്ന അസുഖത്തിനുള്ള സാധ്യതകളൊക്കെ എന്ത് ചെയ്യുന്നു, ദീർഘകാലത്തേക്ക് എന്ത് ചെയ്യുന്നു, നീണ്ടു നിൽക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തിലൂടെ ഉണ്ടാകുന്നു, റേഡിയേഷൻ എക്സ്പോഷറിലൂടെ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സോ ഇതൊക്കെ എന്താണ്, റേഡിയേഷൻ പൊല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട എന്താണ്, എഫക്റ്റുകളാണ്, അതിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഇനി
എങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താം, നിയന്ത്രിക്കാം ഈ ന്യൂക്ലിയർ പൊല്യൂഷൻസിനെ? ആദ്യം പറയുന്നത് സേഫ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. വളരെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യുക, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ സ്റ്റോർ ചെയ്യുകയും ഡിസ്പോസൽ ചെയ്യുകയും ചെയ്യുക. പിന്നെയോ പ്രോപ്പർ സേഫ്റ്റി മെഷേഴ്സ്. റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ ഉപയോഗിക്കുന്ന ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, എല്ലാ ഇൻഡസ്ട്രീസും സ്ഥാപനങ്ങളും എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ്, സുരക്ഷാ മുൻകരുതലുകൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക. പിന്നെയോ മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ. എസ്റ്റാബ്ലിഷ് മോണിറ്ററിംഗ് സിസ്റ്റംസ് ആൻഡ് റെഗുലേഷൻ ടു പ്രിവെൻറ്റ് റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയേഷൻ പൊല്യൂഷനെ തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അതുപോലെ റെഗുലേഷൻ സിസ്റ്റം ഒക്കെ സെറ്റപ്പ് ചെയ്യുക. അതുപോലെ പബ്ലിക് എഡ്യൂക്കേഷൻ. പൊതുജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. എഡ്യൂക്കേറ്റ് ദ പബ്ലിക് അബൌട്ട് റേഡിയേഷൻ റിസ്ക് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ്. പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യുക, അറിവ് പകർന്നു നൽകുക, വിദ്യാഭ്യാസം നൽകുക. എന്തിനെക്കുറിച്ച്? റേഡിയേഷൻ റിസ്കിനെക്കുറിച്ച്. റേഡിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസ്കിനെക്കുറിച്ചും അത്തരത്തിലുള്ള സമയങ്ങളിൽ എടുക്കേണ്ട സേഫ്റ്റി മെഷേഴ്സ്, റേഡിയേഷൻ ഉണ്ടാകാതിരിക്കാൻ പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും എന്ത് ചെയ്യുക, പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യുക, വിദ്യാഭ്യാസം, അറിവ് പകർന്നു നൽകുക. പിന്നെയോ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. കണ്ടിന്യൂസ്ലി റിസർച്ച് ആൻഡ് ഡെവലപ്പ് ന്യൂ ടെക്നോളജീസ് ടു റെഡ്യൂസ് റേഡിയേഷൻ പൊല്യൂഷൻ. റേഡിയേഷൻ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആണവ മലിനീകരണത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ടെക്നോളജീസ് എന്ത് ചെയ്യുകയും കണ്ടെത്തുകയും അതിനെക്കുറിച്ച് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുക, ഗവേഷണം നടത്തുകയും ചെയ്യുക. ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ന്യൂക്ലിയർ പൊല്യൂഷനെ തടയുവാനും നിയന്ത്രിക്കുവാനും എന്ത് ചെയ്യും, സാധിക്കും.